Hi, hello, welcome to iPlus Training Solutions. So, ഇന്നത്തെ നമ്മുടെ PYQ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Again, another set of PYQ questions-ഉമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ preparations എല്ലാം നന്നായി പോകുന്നെന്ന് കരുതുന്നു. Yes, we'll move on to our first question. Which of the following grammar is or are only context free? So, നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാമറിന് ഏതൊക്കെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. See, first one, A വരുന്നത് S gives AB, AS gives AA, A gives A. B വരുന്നത് S gives AB, A gives SA, SA gives A. C, S gives AS, S gives AA, A gives A. D, A gives A, S gives AB, S gives AA. E, S gives SB, A gives AA, and A gives epsilon. Okay. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗ്രാമേഴ്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വിൽ മൂവ് ഓൺ ടു അവർ ഓപ്ഷൻസ്. Choose a correct answer from the options given below. First one, A, B only. Second, C, D only. Third, C, E only. And fourth, A, B, D, E. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക, കോണ്ടെക്സ്റ്റ് ഫ്രീ ആവാനുള്ള കണ്ടീഷൻ നോക്കുക. സോ ഇങ്ങനെ നമുക്ക് തരുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഈ ടെർമിനൽ നോൺ ടെർമിനൽ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് മോസ്റ്റ്ലി ആ ഒരു ഇത് അനലൈസ് എനിക്കറിയാലോ എങ്ങനെയാണ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള ഫോമാറ്റ് എന്ന് എല്ലാം, നോട്ട് ഓൺലി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, എല്ലാത്തിന്റെയും ബേസിക് ആയിട്ട് ഏത് ഫോമിലാണ് അത് ഉണ്ടാവുക എന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 1, A and B only. ഓക്കെ, സോ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് S gives capital A small b ആണ്, ആൻഡ് സ്മോൾ a capital S gives small a capital A. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയേ, ആക്ച്വലി ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആവോ? ഈ ഒരു രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ആവില്ല എന്ന് പറഞ്ഞാല്, ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എന്താണ് ടെർമിനൽ ആണ്. സോ ഇത് നമ്മുടെ ടെർമിനലും ഇത് നമ്മുടെ നോൺ ടെർമിനലും. ഈ ഒരു ഫോർമാറ്റ്, അതായത് ടെർമിനൽ നോൺ ടെർമിനൽ എന്ന് പറയുന്ന ഫോർമാറ്റ്, ആക്ച്വലി ദിസ് ഇസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ. സോറി, ദിസ് ഇസ് നോട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, റൈറ്റ്? സോ ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആവില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ നോക്കണോ? വേണ്ട. സോ A gives capital A. So the rules as the rule AS gives AA, that will be violating the context free property, violate ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരു ടെർമിനൽ ഒരു നോൺ ടെർമിനൽ എന്നുള്ള ഫോമിൽ നമുക്ക് ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ വരത്തില്ല. ഓക്കെ, ബിക്കോസ് ദ ലെഫ്റ്റ് സൈഡ് കണ്ടെയ്നിങ് ബോത്ത് ടെർമിനൽ ആൻഡ് എ നോൺ ടെർമിനൽ, റൈറ്റ്? So in context free grammars, the left side must be X gives alpha. Sorry, okay. So context free grammar നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് X gives alpha എന്ന് പറയുമ്പോൾ where X is a single non-terminal, അല്ലെ? So X gives alpha, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫോമിലാണ് നമുക്ക് വരിക. സോ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോൺ ടെർമിനലും ഇത് എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനലും. സോ മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിൽ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വരിക നോർമൽ ആയിട്ടുള്ള നോൺ ടെർമിനൽ ഗീവ്സ് ടെർമിനൽ ഓർ നോൺ ടെർമിനൽ എന്ത് വേണമെങ്കിലും വരാം. സോ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഓൾവേസ് എന്തായിരിക്കും? നോൺ ടെർമിനൽ ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആകുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള എന്താ പറയാ ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു റൂൾ അങ്ങനെയാണ്, അങ്ങനെ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ, S gives capital A small b, A gives SA, A gives A. ആക്ച്വലി ഇത് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നിങ്ങൾ നോക്ക്, ഇവിടെ ഒരൊറ്റ ടെർമിനലേ ഉള്ളൂ. അതായത് ലെഫ്റ്റ് സൈഡിൽ വി ഹാവിങ് ഓൾ ദി നോൺ ടെർമിനൽ, അതായത് സിംഗിൾ ആയിട്ടുള്ള എന്താണ് സിംഗിൾ നോൺ ടെർമിനൽ ആണ്. സോ ഓൾ റൂൾസ് ഹാവ് എ സിംഗിൾ നോൺ ടെർമിനൽ ഓൺ ദ ലെഫ്റ്റ്. സോ ദിസ് ഇസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഓപ്ഷൻ സി നിങ്ങൾ നോക്ക്, S gives capital A capital S, S gives small a capital A, another one small a gives small a. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ലെഫ്റ്റ് സൈഡിലും ഇവിടെ എല്ലാം നമുക്ക് എന്താണ് ലെഫ്റ്റിലൊക്കെ നമുക്ക് വരുന്നത് സിംഗിൾ ആയിട്ടുള്ള, അഗെയിൻ സിംഗിൾ ആയിട്ടുള്ള എന്താണ് നോൺ ടെർമിനൽ ആണ്.
സോ സിംഗിൾ നോൺ ടെർമിനൽ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതുകൊണ്ട് തന്നെ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങൾ നോക്ക്. എ ഗീവ്സ് സ്മോൾ എ, എസ് ഗീവ്സ് എ ബി, എസ് ഗീവ്സ് എ എ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം, അതായത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന എ എസ് എസ് എല്ലാം എന്താണ്, സിംഗിൾ ആയിട്ടുള്ള നോൺ ടെർമിനൽ ആണ് ആ ഒരു പർട്ടിക്കുലർ റൂൾ. സോ ദാറ്റ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ബി ഒഴിച്ച് ബാക്കി എ ബി സി ഡി നമുക്ക് ഒന്നുകൂടി ഉണ്ട്. യെസ്. സോ ഇവിടെ എസ് ഗീവ്സ് എസ് ബി. ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് എന്താണ്, ഈ ഒരു ഇത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ എന്ന് ചോദിച്ചാല് ഓൾ ദ ലെഫ്റ്റ് സൈഡ് ആർ സിംഗിൾ നോൺ ടെർമിനൽ ആണ്. സോ സോറി, യെസ്. സോ എല്ലാ ലെഫ്റ്റ് സൈഡിലും സിംഗിൾ ആയിട്ടുള്ള നോൺ ടെർമിനൽ ആണ് വരുന്നത്. ബട്ട് ദ സ്ട്രക്ചർ ഇസ് കറക്റ്റ്. സോ ഇതും എന്താണ്, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. ബിക്കോസ് ലെഫ്റ്റ് സൈഡിൽ വരുന്നതൊക്കെ എന്താണ്, ക്യാപിറ്റൽ ആയിട്ടുള്ള നോൺ ടെർമിനൽ, സിംഗിൾ നോൺ ടെർമിനൽ സിമ്പിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു ദി സ്പിൻ ലോക്ക് സെമാഫോഴ്സ്. സ്പിൻ ലോക്ക് സെമാഫോഴ്സ് ബേസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സോ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ്. ദ നെയിം റെഫേഴ്സ് ടു ബിസി വെയിറ്റിംഗ് സെമാഫോഴ്സ്. Second, they are not useful when the locks are to be filled for a short duration of time. Next, it may require multiple context switch when a process wait on a lock. Last, they are often employed on uniprocessor systems. So, spin lock semaphore base ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ഓൺലി, ഡി ഓൺലി, B and D only, A, C, D only. ഓക്കെ, 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. യെസ്, എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം നോക്കിയേ. യെസ്, യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 1, A only. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്. എ നെയിം റെഫേഴ്സ് ടു ബിസി വെയിറ്റിംഗ് സെമാഫോഴ്സ്. സോ ബിസി വെയിറ്റിംഗ് സെമാഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ സ്പിൻ ലോക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ലോക്സ് വേർ എ ത്രെഡ്, അതായത് സ്പിൻ ഇൻ എ ലൂപ്പ് വൈൽ റിപ്പീറ്റഡ്ലി ചെക്കിംഗ് ഇഫ് ദ ലോക്ക് ഇസ് അവൈലബിൾ. അപ്പൊ സ്പിൻ ലോക്കിൽ ആ ഒരു സ്പിൻ എന്ന് പറയുന്നത് നമ്മളെ ഈ ലോക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ലൂപ്പ് ചെക്ക് ചെയ്യും. ഓക്കെ, സോ സ്പിൻ ലോക്സ് എന്ന് പറയുന്നത് അത് എന്താ പറയാ, സ്പിൻ ലോക്സ് ആർ ദ ലോക്സ് വേർ സ്പിൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് സ്പിൻ ആയിരിക്കും. ആ സ്പിൻ ആ ഒരു ലൂപ്പിൽ റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും വെദർ ആ ലോക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. സോ ആ ലോക്ക് അവൈലബിൾ ആണോ ഉള്ളതെന്നാണ് നമ്മുടെ ഈ ഒരു സ്പിന്ന് ചെക്ക് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസി വെയിറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, they are not useful when the locks are to be held for a short duration of time. സോ നമ്മുടെ ലോക്സ്, അതായത് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം ഈ ലോക്സ് എന്തല്ല നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു ലോക്ക് യൂസ്ഫുൾ അല്ല. കാരണം മോസ്റ്റ് ഓഫ് ദ സ്പിൻ ലോക്സ്, നോക്ക്, എല്ലാ സ്പിൻ ലോക്കും മോസ്റ്റ്ലി യൂസ്ഫുൾ ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ സെക്ഷനിലാണ്. നിങ്ങൾക്ക് അറിയാലോ, അതായത് അറ്റ് എ ടൈം ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആ ഒരു ലെവലിലാണ് ഇത് പോവുക. സോ രണ്ട് റിസോഴ്സസും കൂടി അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സ് കൂടി ഒരു റിസോഴ്സസിനെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ളതാണ് അവിടെ നമുക്ക് പ്രോബ്ലം ആയി വരുന്നത്. സോ ക്രിട്ടിക്കൽ സെക്ഷൻ മീൻസ് അറ്റ് എ ടൈമിൽ മോർ ദാൻ വൺ എന്തായില്ല ആ ഒരു റീജിയനിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെ? സോ സ്പിൻ ലോക്സ് ഈ ഒരു സിറ്റുവേഷൻ, അതായത് സ്പിൻ ലോക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ക്രിട്ടിക്കൽ സെക്ഷന്റെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഓവർഹെഡ് ഓഫ് പുട്ടിംഗ് ദ പ്രോസസ് ടു സ്ലീപ്പ് ആൻഡ് ഡൂയിങ് ദ വർക്ക് വിൽ ബി എ പ്രോസസ് പ്രോബ്ലം. അതായത് ഒരു പ്രോസസ്സ് ആ ഒരു സെഷനിൽ കയറി ആ ടൈമിൽ തന്നെ അടുത്ത പ്രോസസ്സ് ആ സെഷനിൽ കയറി, അതൊരു പ്രോബ്ലം ആണ്. കാരണം ആ ഒരു പ്രോസസ്സ് ആ ഒരു സെഷനിൽ ഈ ഒരു പ്രോസസ്സ് ഉണ്ട്, ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത പ്രോസസ്സ് വരികയാണ്, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുക, ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഫംഗ്ഷൻ നടക്കില്ല. ഓക്കെ, സോ ഇറ്റ്സ് മോർ എക്സ്പെൻസീവ് ദാൻ ബിസി വെയിറ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്, ഇറ്റ് മേ റിക്വയർ മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് സ്വിച്ച് പ്രോസസ് വെൻ എ പ്രോസസ് വെയിറ്റ്സ് ഓൺ എ ലോക്ക്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒരു ലോക്കിന് വേണ്ടി, സപ്പോസ് വി ഹാവ് എ പ്രോസസ്
ഓക്കെ. സോ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ലോക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തുണ്ട്, ഈ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് വെയിറ്റ് ചെയ്യട്ടെ, അടുത്ത പ്രോസസ്സ് പോയിട്ട് സ്വിച്ച് ചെയ്യട്ടെ. അപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോണ്ടാക്ട് സ്വിച്ച് നടക്കുന്നുണ്ട്. അതായത് ഒരു പ്രോസസ്സ് ഒരു ലോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആക്ച്വലി ഒരു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോണ്ടാക്ട് സ്വിച്ച് നടക്കുന്നേ ഇല്ല. സ്പിൻ ലോക്ക് ഡു നോട്ട് കോസ് ദ കോണ്ടാക്ട് സ്വിച്ച് വെൻ വെയിറ്റിംഗ്. സോ സ്പിൻ ലോക്കും നമ്മുടെ കോണ്ടാക്ട് സ്വിച്ചിന്റെയും വെയിറ്റിംഗിന്റെയും സിനാരിയോ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്പിൻ ലോക്ക് ഒരിക്കലും കോണ്ടാക്ട് സ്വിച്ചിന് എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനവിടെ വെച്ചിട്ട് അടുത്ത പ്രോസസ്സ് വെക്കുക. അങ്ങനെ ഒരു സിനാരിയോയുമായിട്ട് നമ്മളെ കോണ്ടാക്ട് സ്വിച്ചിന് എന്തില്ല, ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ദ ത്രെഡ് ജസ്റ്റ് കീപ്പിംഗ് സ്പിന്നിങ് ഓൺ ചെയ്യും. അത് ജസ്റ്റ് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് CPU-ല് സ്പിന്നിങ് ചെയ്യാന്ന് മാത്രമുള്ള ഒരു പ്രോബ്ലം വരുന്നുള്ളൂ അവിടെ. അല്ലാതെ ഈ കോണ്ടാക്ട് സ്വിച്ചും നമ്മുടെ സ്പിൻ ലോക്കും തമ്മിൽ നേരിട്ട് എന്തില്ല, ഒരു ബന്ധമില്ല. ഇനി കോണ്ടാക്ട് സ്വിച്ചസ് ഹാപ്പൻ വെൻ ദ ബ്ലോക്കിംഗ് സെമാഫോർ നോട്ട് സ്പിൻ ലോക്ക്. അതായത് സെമാഫോറിന്റെ കോണ്ടാക്ട് സ്വിച്ച് ഈ സ്പിൻ ലോക്കിന്റെ സിനാരിയോയിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, സെമാഫോറിന്റെ സിനാരിയോയിലാണ്. അതായത് സെമാഫോറിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളത് ക്രിട്ടിക്കൽ സെക്ഷന്റെ അല്ലെങ്കിൽ സിങ്ക്രണൈസേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ സെമാഫോർ യൂസ് ചെയ്യുന്നത്, അല്ലെ? സോ കോണ്ടാക്ട് സ്വിച്ചസ് നടക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ സെമാഫോർസിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് കോണ്ടാക്ട് സ്വിച്ച് നടക്കുന്നത്. അല്ലാതെ സ്പിൻ ലോക്കുമായിട്ട് ഈ ഒരു കോണ്ടാക്ട് സ്വിച്ചിന് യാതൊരു ബന്ധവും ഇല്ല. ക്ലിയർ ആയല്ലോ? സ്പിൻ ലോക്ക് അല്ല, സെമാഫോറുമായിട്ടാണ് കോണ്ടാക്ട് സ്വിച്ച് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇനി ദേ ആർ ഓഫൺ എംപ്ലോയിഡ് ഓൺ യൂണിപ്രൊസസർ സിസ്റ്റം. യൂണിപ്രൊസസർ സിസ്റ്റത്തിലാണെന്നാണ് പറയുന്നത്. ആക്ച്വലി ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്പിൻ ലോക്ക് ഒരിക്കലും യൂണിപ്രൊസസർ സിസ്റ്റത്തിൽ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ആവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രോസസ്സ് ഇവിടെ നിങ്ങൾ നോക്കിയേ, ബിക്കോസ് വൈൽ വൺ പ്രോസസ് സ്പിൻ, ഒരു പ്രോസസ്സ് സ്പിൻ ചെയ്തിരിക്കുന്ന സമയത്ത് അതർ പ്രോസസ്സ് ഹോൾഡിംഗ് ദ ലോക്ക് ആൻഡ് കാണ്ട് റൺ. അതായത് ഇവിടെ ഈ ഒരു പ്രോസസ്സ് P1 എന്ത് ചെയ്തു, സ്പിൻ ചെയ്തു. ആൻഡ് വി ഹാവ് P2. ഈ P2ൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോക്ക് ഉണ്ട്, അത് ലോക്കായി കിടക്കുകയാണ്. ഒരു പ്രോസസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത പ്രോസസ് ഒക്കെ ലോക്കിലാണ്. അത് പ്രോസസ്സ് അതിന്റെ സമയമാകുമ്പോഴാണ് അത് അൺലോക്ക് ആവുക. സോ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത പ്രോസസ്സ് ഇപ്പൊ ലോക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിന് പോയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. കാരണം അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്, പാരലലിസം അല്ല നമ്മൾ നോക്കുന്നത്, സീക്വൻഷ്യൽ ആണ്. ഒരു പ്രോസസ്സ് അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ്, അങ്ങനെ പോകും. സോ ഒരിക്കലും ഒരു പ്രോസസ്സ് നമ്മുടെ സ്പിന്നിങ് ടൈമിലാണെങ്കിൽ അടുത്ത പ്രോസസ്സ് എന്തിലായിരിക്കും, ലോക്ക് ടൈമിലായിരിക്കും. അങ്ങനെ ലോക്ക് ടൈമിലാണെങ്കിൽ തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? സോ സ്പിൻ ലോക്സ് ആർ മെയിൻലി യൂസ്ഫുൾ ഓൺ മൾട്ടി പ്രോസസർ സിസ്റ്റം. സ്പിൻ ലോക്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിലാണ്, മൾട്ടി പ്രോസസർ സിസ്റ്റം ആണ്. മൾട്ടി പ്രോസസർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വേർ അനദർ CPU may release the lock. അതായത് ഒരു പ്രോസസ്സർ ഒന്ന് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേ പ്രോസസ്സർ പോയിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്ക്. ഓക്കെ, ആ ലോക്കിനെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൺ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി വരുന്നത് കൺസിഡർ ദ ഫോളോയിങ് DFA that generating the set of strings over sigma is equal to ABC. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. ദിസ് ഇസ് Q0, ദിസ് ഇസ് Q1, Q2, Q3, Q5, Q4. ഇത് A ആണ്, A, B, B, C, A. ഇത് B, C, ഇവിടെ C, ഇവിടെ നമുക്ക് B, ഇവിടെ A, again ഇവിടെ A, C, B, C, C. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇരിക്കുന്നത്. നമ്മുടെ ഫിഗർ വെച്ചിട്ട് നോക്കി. Now identify that which of the following is the best description of the language for the above DFA. ഇതാണ് നമുക്ക് ആ DFA ഞാൻ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏത് ലാംഗ്വേജ് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഇവിടെ നോക്കിയേ, A+B+C*. ഓക്കെ, ഡബിൾസ് വരുന്നുണ്ട്, കോംപ്ലിമെന്റ്. ദെൻ A+B into C*, ABC dash A+B+C*. Then L is equal to one set of strings. All the strings starts with A, B, C and ending with the C.
ABC വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് എൻഡ് ചെയ്യുന്നത് സിയിലാണ്. L is equal to one set of string all having even count including 0 of the substring ABC. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, യെസ്, your correct answer is option number 4. L is equal to one set of string all having even count of substrings A, B, C. Okay, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേ. സി, നമ്മുടെ കയ്യിലുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? എ ബി സി ആണ്. സോ Q0 എന്ന് പറയുന്ന സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഡബിൾ സർക്കിൾ ആണ്. സോ ഇങ്ങനെ നമുക്ക് വരികയാണെങ്കിൽ അതെന്താണ്? അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് അല്ലെ. സോ ദർ ഇസ് എ സ്ട്രക്ചർ ഇൻവോൾവിംഗ് Q1, Q2, Q3 വരുന്നുണ്ട്. ആൻഡ് Q0യിൽ വരുന്നത് എ, അതായത് Q0യിൽ നിന്ന് സി എ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? Q1ലോട്ട് പോയി. ആൻഡ് Q0യിൽ ബി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? Q2ലോട്ട് പോയി. ആൻഡ് സി വരുന്നത് ഇത് തന്നെ. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ഇരിക്കുന്നത്. ഇനി Q1 ആൻഡ് Q2 എന്ന് പറയുന്ന ട്രാൻസിഷൻ ഡ്യൂറിംഗ് വി ഹാവ് എ ബി സി. Q1 നിന്ന് Q2ലേക്ക് പോകുമ്പോൾ Q1 നിന്ന് Q2ലേക്ക് പോകുമ്പോൾ ആ ഫിഗർ നിങ്ങൾ നോക്കുക. Q1 നിന്ന് Q2ലേക്ക് പോകുമ്പോൾ നമുക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു എന്താ പറയാ ലാംഗ്വേജ് ആണ് കിട്ടുന്നത്. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ഗോ ടു Q3. So Q3 has a transition loop and it will be back to Q3 itself. അതായത് BC, അതായത് Q3 നമ്മൾ എടുക്കുകയാണെങ്കിൽ Q3യിൽ നമുക്ക് Q3യിൽ നിന്ന് ഒരു ബിയും ഒരു സിയും ആ ഒരു ലൂപ്പായിട്ട് അതിൽ തന്നെ പോകുന്നുണ്ട്. ബട്ട് എ സ്റ്റാർട്ട് ചെയ്തിട്ട് എ പോകുന്നത് ഏതിലേക്കാണ്? ഒരു പുതിയ സ്റ്റേറ്റ് ആയിട്ടുള്ള Q4 അല്ലെങ്കിൽ Q4ലേക്കാണ്. ഓക്കെ, സോ ഈ Q4, Q5 ഹാൻഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ആണ്. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ കാണാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സോ ഇവിടെ നമ്മൾ ഓട്ടോമേഷൻ ട്രാക്കിംഗ് ദ ഒക്കറൻസ് ഓഫ് എ ബി സി. ഇപ്പൊ നമുക്ക് എ ബി സി എന്ന് പറയുന്ന സബ്സ്ട്രിങ് കിട്ടി അല്ലെ. സോ Q0യിൽ എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അവിടെ 0 ആണ് ഒക്കറൻസ് ആണ് നമുക്ക് വരുന്നത്. സോ ആഫ്റ്റർ റെക്കഗ്നൈസിങ് എ ബി സി എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്ലിപ്സ് ഇൻ ടു ഡിഫറെന്റ് സൈക്കിൾ, റൈറ്റ്? സോ ആൻഡ് വി അഗൈൻ കെയിം ബാക്ക് ടു ദ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തി. ആൻഡ് സോ അവിടെയും, അതായത് ഇവിടെ നമ്മൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. അവിടെ നമുക്ക് അഗൈൻ കിട്ടുന്നത് എ ബി സി തന്നെയാണ്. So the machine accept the strings having even number of occurrence of substring. അതായത് എ ബി സി ഒരു തവണ വന്നു, അടുത്തത് എ ബി സി വന്നു അല്ലെ. സോ ഇതിൽ എന്താ വെച്ചാൽ ആദ്യത്തെ സമയത്ത് നമുക്ക് 0യും വരുന്നുണ്ട്. സോ ഇൻക്ലൂഡിങ് 0 നമുക്ക് എന്താണ്? ഈവൻ നമ്പർ ഓഫ് ഒക്കറൻസ് ആണ് ആ ഒരു സബ്സ്ട്രിങ്ങിന് വരുന്നത്. ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് മാച്ച് വിത്ത് ഓപ്ഷൻ. സോ L is equal to A plus B സ്റ്റാർ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്ക്, A plus B സ്റ്റാർ എന്നല്ല വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻസ് ഇതെന്ന് പറയുന്നത് ആക്ച്വലി റോങ് ആണ്, ബിക്കോസ് എല്ലാം എന്താണ്? സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ നമ്മുടെ ഈ ഓപ്ഷൻസിൽ വരുന്നത് A plus B plus C സ്റ്റാർ, A plus B A B C into A plus B plus C സ്റ്റാർ. സോ ഈ രീതിയിലാണ് ഈ ഒരു കൺകാറ്റനേഷൻ വരുന്നത്. സോ ഇവിടെയും ആക്ച്വലി ഓഡ് നമ്പർ ആണ് എ ബി സി വരുന്നത്. നിങ്ങൾ നോക്കി, ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവിടെ എപ്സിലോൺ നമുക്ക് വരാം. എ ബി സി ഈ സ്റ്റാർ വരുമ്പോൾ ഇവിടെ എപ്സിലോൺ വരാം. സോ എ ബി സി ഒരു തവണ വന്നു, അടുത്തത് ഇവിടെ ഒരു തവണ സപ്പോസ് വരികയാണെങ്കിൽ ഇവിടെ ഒരു തവണ വരും. സോ അങ്ങനെ 3. സോ 1, 3, 5 എന്നുള്ള പോലെ ആയിരിക്കും ഇത് വർക്ക് ആവുക. ഇനി അടുത്തത് ബട്ട് ഇതുമല്ല നമ്മളെ ഈ ഒരു ഫിഗറിൽ വരുന്നത്. അടുത്തത് സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് എ ബി സി ബട്ട് എൻഡിങ് വിത്ത് സി. ആക്ച്വലി ഇത് പോസിബിൾ ആണോ എന്ന് വരെ ബുദ്ധിമുട്ടാണ്, കാരണം മെഷീൻ ഓൾസോ അക്സെപ്റ്റ് ചെയ്യുന്നത് എം ടി സ്ട്രിങ്ങും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും മെഷീന് എ ബി സിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിൽ എൻഡ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, ബിക്കോസ് സംടൈംസ് അവിടെ എപ്സിലോണും വരുന്നുണ്ട്, എം ടിയും വരുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഹാവിംഗ് ഈവൻ നമ്പർ ഓഫ് കൗണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Arrange the following type of testing in the order they are usually performed in the software developmental life cycle. So software development life cycle ൽ വരുന്ന ഈ ഒരു ടെസ്റ്റിംഗിന്റെ ഓർഡർ ആണ്. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, യൂണിറ്റ് ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഏതാണ് കറക്റ്റ് ഓർഡർ? നോക്കിയേ, ഫസ്റ്റ് BCAD, സെക്കൻഡ് BACD, തേർഡ് CBAD ആൻഡ് ഫോർത്ത് CBDA. അതായത് ടെസ്റ്റിംഗിന്റെ ഓർഡർ ഏതാണ്? സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റൽ സൈക്കിളിലുള്ള ടെസ്റ്റിംഗിന്റെ ഓർഡർ. ക്ലിയർ? എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ. യുവർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2, BACD. സോ നമ്മളൊരു ടെസ്റ്റിംഗ് സീക്വൻസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിന് നമുക്ക് ഓരോരോ മൊഡ്യൂൾ ഉണ്ടാവും അല്ലെ.
സോ ഓരോ മൊഡ്യൂളിനെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ വലിയ വലിയ ടെസ്റ്റിംഗിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യം ആ കുഞ്ഞു കുഞ്ഞു മൊഡ്യൂള് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തോ. സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് ടെസ്റ്റിംഗ് മീൻസ് ഹിയർ വി ആർ ടെസ്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് ഓർ കോമ്പണൻസ്. ക്ലിയർ? അപ്പം ഇപ്പൊ നമ്മൾ ഓരോരോ മൊഡ്യൂള് നമ്മളെ എടുക്കും, ഇതൊരു മൊഡ്യൂള്, ഇതൊരു മൊഡ്യൂള്. അപ്പൊ ഈ മൊഡ്യൂള് കൂട്ടി ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിന് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയും. അതായത് ഒരു വലിയ പാർട്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വലിയ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ്വെയർ ആക്കി, കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കി. ഇനി ഈ പാർട്സ് നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് ടെസ്റ്റ് ചെയ്തു. ഇനി ഈ രണ്ട് പാർട്സും കൂടി കൂട്ടിയിട്ട് ഒരു പാർട്സ് ആക്കി, ഇത് രണ്ടും കൂടി കൂട്ടി ഒന്നാക്കി. എന്നിട്ടാണ് നമ്മൾ ബിഗ് സോഫ്റ്റ്വെയറിലേക്ക് എത്തുന്നത്. സോ ആദ്യം ചെറുതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന മൊഡ്യൂൾ, അതായത് യൂണിറ്റ് ടെസ്റ്റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ integrating testing means here the test will be interaction. Here we are testing the interaction between the integrated modules. Integrate ചെയ്ത് വന്ന ഈ രണ്ടെണ്ണം കൂടി ഒന്നായിരിക്കുന്ന ആ ഒരു ഇന്റഗ്രേറ്റഡ് മൊഡ്യൂളുകൾ തമ്മിലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ഷൻ നടത്തുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ചെറിയ ചെറിയ മൊഡ്യൂൾസ് കൂട്ടി കൂട്ടി നമ്മൾ ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു വലിയ മൊഡ്യൂൾ ആക്കി, അതായത് നമ്മുടെ സിസ്റ്റം. സോ ആ ഒരു കംപ്ലീറ്റ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് വി ആർ ടെസ്റ്റിംഗ് ദ കംപ്ലീറ്റ് സിസ്റ്റം. ഇനി വരുന്നത് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വി ആർ ടെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദ യൂസർ റിക്വയർമെന്റ് യൂഷ്വലി ഡൺ ബൈ ക്ലയന്റ് ഓർ യൂസർ. സോ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആ പേര് പോലെ തന്നെയാണ്, നമ്മൾ ഒരു യൂസറിന്റെ റിക്വയർമെന്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഈ യൂസർ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തോ, കറക്റ്റ് ആയിട്ട് വന്നോ എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വി ആർ ടെസ്റ്റിംഗ് വെദർ ദ യൂസർ റിക്വയർമെന്റ്സ് ആർ മീറ്റ്സ് അവർ പെർട്ടിക്കുലർലി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ. ഓക്കെ. സോ അത് മോസ്റ്റ്ലി ഏത് സൈഡിലായിരിക്കും നടക്കുന്നത്, ക്ലയന്റ് സൈഡിലായിരിക്കും ഈ ഒരു ചെക്കിംഗ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഫസ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ടൈപ്പ് 3 ഗ്രാമർ, ടൈപ്പ് 2 ഗ്രാമർ, ടൈപ്പ് 1 ഗ്രാമർ ആൻഡ് ടൈപ്പ് 0 ഗ്രാമർ. ഇവിടെ വരുന്നത് v is equal to union e closure and lambda union beta is lambda v union e closure into v, where lambda comma beta is belongs to v union 2. Then v union e star gives v union e star. അടുത്തത് v gives v sigma 1 star, v sigma then 1 then star. സോ ഇവിടെ നിങ്ങൾക്ക് ഒബിയസ്ലി ചോംസ്കി ഹയറാർക്കി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആദ്യം നമുക്ക് എന്തുണ്ടാവും, ടൈപ്പ് 3 ഗ്രാമർ ഉണ്ടാവും അല്ലെ, ഞാൻ T3 ചെയ്തു. ടൈപ്പ് 3 ഗ്രാമർ ഉണ്ടാവും, ടൈപ്പ് 2 ഗ്രാമർ ഉണ്ടാവും, ടൈപ്പ് 1 ഗ്രാമർ ഉണ്ടാവും, then last we have type 0 grammar അല്ലേ. സോ ടൈപ്പ് 3 ഗ്രാമർ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഏതാണ്, നമ്മുടെ റെഗുലർ ലാംഗ്വേജ് ആണ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ആണ്. ടൈപ്പ് 1 we will be having കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആൻഡ് ടൈപ്പ് 0 വരുന്നതാണ് നമ്മുടെ റിക്കേഴ്സീവ് ലാംഗ്വേജും റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം എപ്പോഴും ഈ ഒരു ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ A2, B3, C4 ആൻഡ് D1. നെക്സ്റ്റ് അടുത്തത് A3, B1, C4 ആൻഡ് D2. നെക്സ്റ്റ് A4, B1, C2 ആൻഡ് D3. നെക്സ്റ്റ് A3, B2, C1 ആൻഡ് D4. ഓക്കെ, എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 3, A4, B1, C2 ആൻഡ് D3. സോ എങ്ങനെയാ വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് വരുന്നത് ടൈപ്പ് 3 ആയിട്ടുള്ള റെഗുലർ ഗ്രാമർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് നമുക്ക് വരുന്ന ആ ഗ്രാമർ ആണ്. ആക്ച്വലി ടൈപ്പ് 3 റെഗുലർ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ റൂൾസ് ഏത് ഫോമിലായിരിക്കും? V gives V sigma, സിഗ്മ എന്നുള്ള ഫോമിലായിരിക്കും, അല്ലെങ്കിൽ V implies സിഗ്മ. ഈ സിഗ്മ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ആൽഫബറ്റ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സിഗ്മ ഇസ് ഈക്വൽ ടു ABC, ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. സോ ഈ ഒരു ഇത് മോസ്റ്റ്ലി നമ്മൾ ഏത് പ്രൊഡക്ഷൻ റൂളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെഗുലർ ലാംഗ്വേജിലാണ്. ഇനി രണ്ടാമത്തത് ടൈപ്പ് 2. ടൈപ്പ് 2 വരുന്ന ഏതാണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. സോ കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ വരുന്നത് V gives V union epsilon, V union sigma star ആണ്. ആക്ച്വലി ഇവിടെ ഒരു നോൺ ടെർമിനൽ ആണ് ഇത് LHS വരുന്നത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കുക, ഇത് ഒരു നോൺ ടെർമിനൽ ആണ്. ഇത് ഇങ്ങനെ നമുക്ക് തരുമ്പോൾ ഈ സ്റ്റാർ വരികയാണെങ്കിൽ ഈ യൂണിയൻ എനിഹൗ നമുക്ക് ഈ സ്റ്റാർ വരുമ്പോൾ ഒന്നെങ്കിൽ അവിടെ എപ്സിലോൺ വരാം,
അല്ലെങ്കിൽ വി വരെ, അല്ലെങ്കിൽ ഈ സിഗ്മയിൽ തന്നിരിക്കുന്ന ഏതാണോ വാല്യൂ. സോ ഇവിടെയും അഗെയിൻ എന്താണ്, നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവിടെ ലെഫ്റ്റ് സൈഡിലെ എന്താണ് LHS നമുക്കൊരു നോൺ ടെർമിനൽ വരണം. അതാണ് RHS ടെർമിനലും ആവാം നോൺ ടെർമിനലും ആവാം. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ടൈപ്പ് 1 ഗ്രാമർ എന്ന് പറയുമ്പോൾ ആൽഫ വി ബീറ്റ, അത് എന്ന് പറയുന്ന ആൽഫ ഗാമ ബീറ്റ എന്ന് പറയുന്ന ആക്ച്വലി ലെങ്ത്തുകളാണ് നമ്മൾ പ്രൊഡക്ഷൻസ്. സോ ഇത് എന്തിന്റെ ഫോമിലായിരിക്കും, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി ടൈപ്പ് 0 എന്ന് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ ഏത് പ്രൊഡക്ഷനും വേണം നമുക്ക് യൂസ് ചെയ്യാം, റെസ്ട്രിക്ഷൻസ് ഇല്ല. സോ ആദ്യം നിങ്ങൾ നോക്ക്, വി യൂണിയൻ സിഗ്മ സ്റ്റാർ എന്ന് പറയും. ഇവിടെ സിംഗിൾ ടെർമിനൽ ആണ് LHS വരുന്നത്, സിംഗിൾ ടെർമിനൽ ആണ് നമുക്ക് LHS വരുന്നത്, സിംഗിൾ നോൺ ടെർമിനൽ ആണ്. അതുകൊണ്ട് ഇത് എന്താണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ. ഇനി ലാംഡ യൂണിയൻ ബീറ്റ ഗീവ്സ് ലാംഡ ഇൻറ്റു വി യൂണിയൻ സിഗ്മ സ്റ്റാർ ബീറ്റ. ഇവിടെ നിങ്ങൾക്ക് കാണാം കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണ്. വൈ? ബിക്കോസ് ഇവിടെ നോൺ ടെർമിനൽ സറൗണ്ടിങ്, നോൺ ടെർമിനൽ അപ്പിയേഴ്സ് വിത്ത് സറൗണ്ടിങ് കോണ്ടെക്സ്റ്റ്. സോ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നോൺ ടെർമിനൽസ് വരുന്നുണ്ട് അല്ലെ. സോ ഇതെന്താണ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്. അടുത്തത് വി യൂണിയൻ സ്റ്റാർ സിഗ്മ സ്റ്റാർ എന്ന് പറയുമ്പോൾ വി യൂണിയൻ സിഗ്മ സ്റ്റാർ, ഇത് രണ്ടും ഏത് രീതിയിൽ വേണം വരാം, കാരണം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓർഡറും ഇതും ഇല്ലാത്തതാണ് എന്ത്, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഗ്രാമർ. സോ ഇവിടെ റിക്കേഴ്സീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ റിക്കേഴ്സീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജസ് ആണ് വരും. ഇനി വി ഗീവ്സ് വി സിഗ്മ ഓർ സിഗ്മ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാലോ, ഈ ഒരു ഫോം നോർമലി നമ്മൾ എന്തിനാണ്, റെഗുലർ ലാംഗ്വേജ് ഓർ റെഗുലർ ഗ്രാമറിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ടൈപ്പ് 3 ഗ്രാമേഴ്സ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് ദ ഇന്ത്യൻ ടീം വിൻസ് then it is raining. അടുത്തത് if the Indian team does not win then it is not raining. അടുത്തത് if it is raining then the Indian team wins. അടുത്തത് if it is not raining then the Indian team does not win. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ലിസ്റ്റ് 2 ഉള്ളത് ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ആൻഡ് കണ്ടീഷണൽ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. യെസ്, എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? എനിക്ക് വളരെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓപ്ഷൻസ് ആർ A2, B1, C4 and D3. Second A3, B1, C2 and D4. Next A2, B3, C4 and D1. And last A3, B2, C4 and D1. എന്തായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? വേഗം പറഞ്ഞേ. Your correct answer is option number 1, A2, B1, C4 and D3. Clear? So ഓരോന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇന്ത്യൻ ടീം വിൻ ചെയ്തു എന്ന് പറയുന്നതാണ് P ആൻഡ് റെയിനിങ് എന്ന് പറയുന്നതാണ് Q അല്ലെ. സോ ഇവിടെ ഞാൻ ആദ്യമേ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള, സോ നമുക്ക് തന്ന കണ്ടീഷൻ ഇതാണ്, ഇഫ് ദ ഇന്ത്യൻ ടീം വിൻസ് ദെൻ ഇറ്റ് ഈസ് റെയിനിങ്. ഇന്ത്യൻ ടീം വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെയിനി ആണ്. സോ ഇത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇഫ് ദെൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പോകുന്നത്. സോ ആദ്യം നമുക്ക് ഇതൊന്ന് ഒരു റീക്യാപ്പ് ചെയ്യാം ഈ ഒരു ഇതൊക്കെ. സോ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കണ്ടീഷൻ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ നെക്സ്റ്റ്. സോ ഇഫ് ദെൻ P to Q, P implies Q. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്, Q implies P. ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടീഷന്റെ അതേ ഫോം നെഗേഷൻ ഇട്ട് കൊടുക്കുക, നെഗേഷൻ P implies നെഗേഷൻ Q. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് കൺവേഴ്സ് Q implies P ക്ക് നെഗേഷൻ ഇട്ട് കൊടുക്കുക, അതായത് negation Q implies negation P. Clear? ഇനി ഓരോന്ന് നോക്കിയേ. If Indian team win then it is raining. If Indian team win, Indian team win ചെയ്യുവാണെങ്കിൽ അത് rainy ആണ്. ഇത് ഏതായിരിക്കും വരിക? This is conditional. ഇനി നോക്ക്, if the Indian team does not win, Indian team win ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ്, അപ്പൊ negation P, then it is not raining. Not raining എന്ന് പറയുമ്പോൾ എന്തായി? അത് negation Q ആയി. Then negation P implies negation Q. ഇത് എന്താണ് നമ്മുടെ? This is inverse. Clear? അടുത്തത് if it is raining then the Indian team wins. അത് rainy ആണെങ്കിൽ Indian team win ചെയ്യും. So if it is raining, തിരിച്ചാണ് പറയുന്നത്. If it is raining എന്ന് പറയുമ്പോൾ raining ആദ്യം പറയുമ്പോൾ Q ആയി, അങ്ങനെയാണ് Indian team win ചെയ്യും. ഇതെന്താണ് നമ്മുടെ? Converse. Okay, വളരെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കുക, if it does not raining, അതായത് raining അല്ല എന്ന് പറയുമ്പോൾ negation Q, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ടീം വിൻ ചെയ്യുന്നില്ല. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺട്രാപോസിറ്റീവ്. ക്ലിയർ ആയോ? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ് ഈ ഒരു ഇതിന്റെ ഇതും, പിന്നെ ഇക്വലൻസി ടൈപ്പിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ? അടുത്തത്
Arrange the steps involved when a user enters a URL in a browser and access the website. So user browse ചെയ്തു എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം ഒരു വെബ്സൈറ്റ് ഇപ്പൊ നമ്മൾ ചുമ്മാ ബ്രൗസ് ചെയ്യുന്നില്ല അത് തന്നെ നമ്മളെ URL നമ്മൾ എന്ത് http.google.com അല്ലെങ്കിൽ wikipedia.com എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തിരിക്കും അപ്പം അതിന്റെ ബാക്കിൽ ഞാൻ ഒന്ന് സപ്പോസ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ചെയ്ത് തിരിച്ചു വരുന്നതിന്റെ ആ ഒരു എന്താ പറയുക സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഓപ്ഷൻസ് ഇതാണ് സോറി ആ ഒരു സ്റ്റെപ്സ് തന്നിരിക്കുന്ന ഇതൊക്കെയാണ്. DNS resolution, HTTP request sent, then URL entered in the browser, IP address obtained and web page displayed. So ഇതിനെ കറക്റ്റ് ഓർഡറിൽ ആക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. Your options are first one BACED, second CBAED, and third BCDAE, and fourth CADBE. Clear ആയല്ലോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാക്കിലെ വർക്കിംഗ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, യുവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4 CADBE. എങ്ങനെയാ അത് വന്നത് നിങ്ങൾ നോക്കിയേ. ഒരു URL നമ്മൾ ബ്രൗസറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ് സെർച്ച് ചെയ്യാൻ വേണ്ടി URL എടുത്തു, അതല്ലേ നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോ യൂസർ എന്ത് ചെയ്തു ഒരു വെബ്സൈറ്റിന്റെ നെയിം എന്ത് ചെയ്തു സെർച്ച് ചെയ്തു. സോ നമ്മുടെ യൂസർ ഒരു വെബ്സൈറ്റിന്റെ നെയിം എന്ത് ചെയ്തു അവിടെ ടൈപ്പ് ചെയ്തു. ഇനി യൂസർ വെബ്സൈറ്റിന്റെ നെയിം ടൈപ്പ് ചെയ്താൽ ബ്രൗസർ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പോയിട്ട് DNS ലുക്കപ്പ് നോക്കണം. അതായത് ഏതാണോ നമ്മൾ ഡൊമൈൻ നെയിം ആയിട്ട് കൊടുത്തത് അതിന്റെ ബേസിൽ DNS ലുക്കപ്പ് വഴി നമ്മൾ അത് എടുക്കുക. അതായത് DNS റെസൊല്യൂഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സോ നമ്മൾ ടൈപ്പ് ചെയ്തു DNS റെസൊല്യൂഷൻ ആയി അടുത്തത് ഏതാണ് IP അഡ്രസ് ഒബ്റ്റെയിൻ ചെയ്യുക. അപ്പൊ DNS ചെക്ക് ചെയ്തു ഈ ഒരു ഡൊമൈൻ നെയിം വെച്ചിട്ട്. ഇനി എന്ത് ചെയ്യണം അത് ഏത് IP-യിലാണ് എവിടെയാണ് അത് ഇരിക്കുന്നത് വെബ്സൈറ്റ് എന്ന് കണ്ടുപിടിക്കണം. സോ അതാണ് അടുത്ത സ്റ്റെപ്പ്. DNS എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റിട്ടേൺ ചെയ്യും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ആർക്ക് സെർവറിന്. ഓക്കെ, സോ DNS കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് സെർവറിന് റിട്ടേൺ ചെയ്യും. ഇനി അപ്പൊ IP അഡ്രസ് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് ഒരു HTTP റിക്വസ്റ്റ് കൊടുക്കണം അല്ലെ. So then what we will do, browser will be send an HTTP അല്ലെങ്കിൽ HTTPS request കൊടുക്കും via a resolved IP address. ഒരു IP അഡ്രസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഇനി റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ IP അഡ്രസ്സിൽ നിന്ന് ആ ഒരു റിക്വസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് ആ ഒരു സെർവറിൽ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ബ്രൗസറിൽ ആ ഒരു പെർട്ടിക്കുലർ സെർച്ച് ചെയ്ത പേജ് കാണുന്നത്. ആദ്യം നമ്മൾ URL ടൈപ്പ് ചെയ്തു, URL-ന്റെ ബേസിൽ ആ ഒരു ബ്രൗസർ എന്ത് ചെയ്തു ആ ഡൊമൈൻ നെയിമിന്റെ ബേസിൽ അവിടെ പോയിട്ട് DNS റെസൊല്യൂഷൻ സംഭവിക്കുന്നു. എന്നിട്ട് നമ്മൾ IP അഡ്രസ് ഒബ്റ്റൈൻ ചെയ്യുന്നു. അടുത്തത് ആ ഒരു IP അഡ്രസിന്റെ ബേസിൽ നമ്മൾ ആ ഒരു HTTP റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റിന്റെ ഇതായിട്ട് നമുക്ക് സെർവർ എന്ത് ചെയ്യുന്നുണ്ട് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള വെബ് പേജ് ഡിസ്പ്ലേ ചെയ്തു തരും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഒരു URL ആക്സസ് ചെയ്യാൻ വേണ്ടി ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബാക്കിലെ പ്രോസസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Let M and N are positive integers. അങ്ങനെയാണെങ്കിൽ N not equal to 1 ആണെങ്കിൽ M less than Mn. രണ്ടാമത്തത് if K composite ആണെങ്കിൽ K is equal to Mn where 1 less than M, N greater than K. അടുത്തത് if Mn is equal to 1 then M is equal to 1, N is equal to 1. If K composite ആണെങ്കിൽ K is equal to Mn where M is equal 1 less than M and N less than K. ഇത് ആ ഒരു സിനാരിയോ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, യെസ്, വി ഹാവ് സം ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ ACD, സെക്കൻഡ് BCD, ആൻഡ് തേർഡ് AB, ആൻഡ് ഫോർത്ത് ABC. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, യുവർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1 ACD. എങ്ങനെയാ അത് വരുന്നത്? M-ഉം N-ഉം രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ N not equal to 1, N not equal to 1 എന്ന് പറയുമ്പോൾ N എന്താവാം? N greater than 1 ആവാം. പിന്നെ M less than Mn ആണ്. M less than അല്ലെങ്കിൽ N greater than, ഇതിനെ വേറെ രീതിയിൽ N greater than 1 ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെ N greater than 1 ആക്കി എടുക്കുമ്പോൾ Mn-ന്റെ വാല്യൂ എന്താണ്? greater than M ആവില്ലേ? Since multiplying by a number greater than 1 which will be increasing the value. ആ നമ്പർ greater than 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. That is all, it is true for all the M. അപ്പോൾ ഇതെന്താണ് കറക്റ്റ് ആണ്. See, if K is composite, K composite ആണെങ്കിൽ K is equal to Mn where 1 less than Mn greater than K. So ഇവിടെ actually 1 less than M, N greater than K. ഇവിടെ Mn എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? greater than K ആണെങ്കിൽ if M, N, greater than K ആണെങ്കിൽ
സിൻസ് വി ക്യാൻ കൺസിഡർ ദാറ്റ് mn is equal to k അല്ലെ, അതായത് ഈ ഒരു നമ്പർ ഇതിനേക്കാൾ ലെസ് ദാനും ആണ്, mn is equal to k എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു. സോ ഇതെന്താണ് നമ്മുടെ ഇൻകറക്റ്റ് ആണ്. അടുത്തത് mn is equal to 1 ആണ്, m is equal to 1 and n is equal to 1 because mn equal to 1 എന്ന് പറയുമ്പോൾ 1 into 1 obviously എന്താണ് 1 ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. സോ ഇവിടെ ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ നിങ്ങൾക്ക് കാണാം ദ ഡെഫിനിഷൻ ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഇഫ് k is equal to mn ആണെങ്കിൽ 1 less than m, n. So by the definition of composite numbers, non-trivial factors other than 1 ആണെങ്കിൽ അതെന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും. സോ കോമ്പോസിറ്റിന്റെ കേസിൽ k കോമ്പോസിറ്റ് ആണെങ്കിൽ k equal to mn എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്ന PYQ ക്വസ്റ്റ്യൻസ്. ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അനദർ സെറ്റ് ഓഫ് PYQ ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ലേണേഴ്സ് ഫോർ വാച്ചിങ്.